സാമാന്യ യുക്തി ഏതാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിന് തിരിച്ചുള്ള പഠനങ്ങൾ വരും. അതാണ് കേന്ദ്ര സർക്കാർ ഇന്ന് പ്രകോപിപ്പിച്ച കാര്യം. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്വിറ്റീസ് എന്ന് പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കോട്ടക് മഹീന്ദ്രയുടെ ഗ്രൂപ്പ് തന്നെയാണ്. അവർ പറയുന്നത് 25 മുതൽ 28 രൂപ വരെ, ശ്രദ്ധിക്കണം, 25 മുതൽ 28 രൂപ വരെ ബംഗാളിലെ ലാസ്റ്റ് ഫേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൂട്ടിയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതിന് അവർ പറയുന്നൊരു യുക്തിയുണ്ട്. ഓരോ ദിവസവും $210 മില്യൺ, ഓരോ ദിവസവും $210 മില്യൺ എണ്ണ വാങ്ങുന്ന വകയിൽ ഇന്ത്യ അധികമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് താങ്ങാനേ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ യുക്തി. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മഹാമനസ്കരായി അങ്ങനെ ചെയ്യും എന്നാണോ? അങ്ങനെയാണോ നമ്മുടെ ഇതുവരെ ട്രാക്ക് റെക്കോർഡ്? ഓർമ്മയുണ്ടോ? എണ്ണയ്ക്ക് ഈ $100 കുറിച്ച് ഇപ്പോൾ പറയുന്നല്ലോ. എണ്ണയ്ക്ക് മുമ്പും ഇതുപോലെ 80-നും 90-നും 100-നും അടുത്തെത്തിയ ഒരു കാലം ഓർമ്മയുണ്ടോ? അന്നാണ് ഇതുപോലെ തന്നെ എണ്ണവില കൂട്ടുന്ന ഒരു വലിയ സ്പ്രേ ഉണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം പടിയായി എണ്ണവില കുറഞ്ഞിരുന്ന ഒരു കാലത്ത് കക്കൂസ് പണിയാനാണ്, അതുകൊണ്ട് ഞങ്ങൾ എണ്ണവില കുറയ്ക്കില്ല എന്ന് പറഞ്ഞ BJP നേതാക്കളെ ഓർമ്മയുണ്ടോ? കക്കൂസ് പണിയുന്നത് കൊണ്ടാണ് രാജ്യത്ത് മോദിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞതാണ്. അതിനു മുമ്പ് നമുക്കിവിടെ ഒരു നേതാവുണ്ടായിരുന്നു, മോദി അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ, അതും ഓർമ്മ കാണുമല്ലോ. അതിൽപ്പെട്ട ഒരു നേതാവ് സാധാരണക്കാർ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ വീട്ടമ്മയുടെ വേഷം കെട്ടി റീൽ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവും ഇത്തവണ ഇലക്ഷൻ മത്സരിച്ച ആൾ നമുക്കുണ്ട്. അങ്ങനെ ഒരുപാട് മുൻ തമാശകളുണ്ട്. അപ്പോൾ വില കൂട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ്. പക്ഷേ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇത്രയും കാലം എന്തുകൊണ്ട് വില കുറച്ചില്ല എന്നുള്ളതാണ്. കക്കൂസും പണിതില്ല, വിലയും കുറച്ചില്ല, പ്രത്യേകിച്ച് നാട്ടുകാർക്ക് ഒന്നും ഉണ്ടായില്ല, നാട്ടുകാരെ മുഴുവൻ ഊറ്റുകയും ചെയ്തു എന്ന് മാത്രമല്ല, ആ ടാക്സിൻ്റെ, ആ വില വർധനവിൻ്റെ ഗുണം സംസ്ഥാനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ടാക്സിൻ്റെ ഭാഗമല്ലാതെ മറ്റ് ഫീകളായിട്ടാണ് എണ്ണവില കൂട്ടിയിരിക്കുന്നത്. സമയം ഉണ്ടായാലും കുറച്ച് വിശദമായി പറയാമായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ എണ്ണവില കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ അത് എണ്ണ വിലയായിട്ടല്ല കൂട്ടുക, അതിന് മുകളിലുള്ള എക്സൈസ് ഡ്യൂട്ടി, മറ്റ് പല ഡ്യൂട്ടികളിലുമാണ് വില കൂട്ടിയത്. അതിൻ്റെ ഗുണം സെസ്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, സെസ് ഉണ്ട്. അതിൻ്റെ ഗുണം സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൻ്റെ ഭാഗം കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു. സംസ്ഥാനങ്ങൾ മോശമല്ല, അവരും അവരുടെ നിരക്ക് വില കൂട്ടി. അങ്ങനെ നേതാക്കന്മാരും സാറുമാരും മന്ത്രിമാരും സർക്കാരുകളും എല്ലാം ചേർന്ന് കൂട്ടി നമ്മളെ ഒരു പരുവാക്കിയതാണ്. അപ്പോൾ അത്രയും കാലം കുറേ ലാഭം ഉണ്ടാക്കിയല്ലോ, ഇനി കുറച്ച് നഷ്ടം സഹിക്കട്ടെ സർക്കാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കാലം, ചെറിയ കാലമൊന്നുമല്ല, വർഷങ്ങളായി ലോക വിപണിയിൽ എണ്ണവില കുറഞ്ഞതിൻ്റെ ലാഭം, ഗുണം ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരുകൾ അത് അനുഭവിച്ചെങ്കിൽ ഇപ്പോൾ വില കൂടുമ്പോൾ അതിൻ്റെ നഷ്ടം അങ്ങ് സഹിച്ചാൽ മതി. അതാണ് മര്യാദ, അതാണ് ന്യായം.